ഹലോ. അതെ, എൻ്റെ പേര് സഫിയ. ഇതിൽ കുറച്ച് ആളുകൾക്കൊക്കെയും അറിയാൻ പറ്റും, അറിയാത്തവരോടായിട്ട് പറഞ്ഞതാണ്. സഫിയ ഷഫീഖ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണ്. അത് മാത്രമല്ല, നമുക്കൊരു മാരേജ് കൗൺസിലിങ്ങിനും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല കുട്ടികൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പം നമ്മൾ ഈ കുട്ടികളുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ നോക്കുമ്പോൾ എല്ലാം കണക്റ്റായിട്ട് കിടക്കുന്നൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? അത് മെയിനായിട്ട് അത് കുട്ടികളുടെ കാര്യമല്ല, അവരുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പല പ്രോബ്ലംസാണ്. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഈ കുട്ടികളെ ആരെയും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഒരു കതിരിന് വളം വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? അതന്നെ സംഭവം. അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞതോ ഇനി കല്യാണം കഴിക്കാൻ പോകാൻ അതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നവരോ, ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല ഒരു ഭാവിയിൽ ഒരു ഇൻലോസൊക്കെ ആവാൻ സാധ്യതയുള്ളവർ, ഇത് ആർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടെ ഇതൊന്ന് കേട്ടിരിക്കണമെന്ന്. കാരണം എന്തായാലും ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പറഞ്ഞതുപോലെ കുറേ കുട്ടികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു 70% കണക്റ്റായിട്ട് എടുക്കുന്നത് അവരുടെ പാരൻസിൻ്റെ പ്രോബ്ലംസാണ്. നമ്മളിങ്ങനെ അതിനെ വേരോടെ പിഴുതിങ്ങനെ കളയാൻ നോക്കുമ്പോൾ അതുമായിട്ട് കണക്ഷനാണ്. അപ്പം നമ്മളുടെ ഒരു മാരേജ് ലൈഫിലേക്ക്, അതായത് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡുള്ള രണ്ട് വ്യക്തികളുടെ കൂടിച്ചേരലാണ് കല്യാണം എന്ന് പറയുന്നത്. ഈ മാരേജ് ലൈഫിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വിശ്വാസത്തോടും കൂടിയിട്ടാണ് പലരും കയറി വരുന്നത്. ആരെങ്കിലും എൻ്റെ ലൈഫ് അങ്ങനെ ആയിത്തീരണം എന്ന് വിചാരിച്ചിട്ട് കയറി വരുന്നവർ ആരും തന്നെ ഇല്ല. എല്ലാവരും ഒരു പ്രത്യേക സ്വപ്നത്തിൽ, അതായത് നല്ല സ്വപ്നത്തിലൂടെ തന്നെയാണ് എല്ലാവരും അതിലേക്ക് കയറി വരുന്നത്. ഈ ഇൻലോസ് ആണെങ്കിൽ പോലും ഒരു മരുമകളെയോ അല്ലെങ്കിൽ ഒരു മകനെയോ മകളെയോ സ്വീകരിക്കുന്നതും ഇവിടെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ടല്ല, വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ്. പക്ഷേ പിന്നീട് ചില പൊട്ടിത്തെറികളും ചില വാക്കുകളുടെ മനസ്സിലാവായകയും പലതരം, അതായത് ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള വ്യക്തികളാണ് ഈ കൂടുന്നത്. കുടുംബക്കാരുടെ കൾച്ചറും വ്യത്യാസമുണ്ട്, രണ്ട് കുടുംബത്തിൻ്റെയും കൾച്ചർ വ്യത്യാസമുണ്ട്. അപ്പം പലതരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഇങ്ങനെയുള്ള മനോഭാവത്തിലാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും പറയും മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ളത്. ഒരിക്കലും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ വാക്കല്ല. പക്ഷെ പലരും ജീവിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെയാണ്. പക്ഷെ മെയിനായിട്ട് വേണ്ടത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് കുറേയൊക്കെ തയ്യാറാവുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നു. ഈ ഹൈലി പ്രൊഫൈലൊക്കെ ഉള്ള കുട്ടികളാണ് ഇപ്പോൾ. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുറവും അവരിൽ കാണാത്ത കുട്ടികളാണ് ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അവർ വിദ്യാഭ്യാസം കൊണ്ടും അവരുടെ ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് അവർ എല്ലാം തികഞ്ഞൊരു ഭാവത്തിൽ നിൽക്കുന്നവരെയാണ്. അവരൊന്നും നമുക്കൊന്ന് പ്രത്യേകിച്ചൊരു ഉപദേശം കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചാൽ ഒരു 95% തിരുത്താൻ പറ്റുന്നൊരു സ്റ്റേജിലല്ല. അത് കഴിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മോശം കുട്ടികളല്ല, ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പം എല്ലാവർക്കും കഴിവാണ്. അപ്പം ഇപ്പോഴത്തെ ഇൻലോസിനും കഴിവാണ്, ഇപ്പോഴത്തെ വരുന്ന വന്നു കയറുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ എല്ലാവരും കഴിവുള്ളവരാണ്. അപ്പം ഇവരാരും ഒന്നിനും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിന് തയ്യാറല്ല എന്നുള്ളതാണ് സത്യം. ആരും അപ്പം ഞാനാണ് ശരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വേറൊരു സംഭവമുണ്ട്. പതുക്കെ നമ്മൾ ഈ ഒരു മാരേജ് ലൈഫിലേക്ക് കടക്കുമ്പോൾ നമ്മളവിടെ ഒരു ഹോം ബിൽഡ് ചെയ്യണം. ഹോം മീൻസ് ബിൽഡിംഗ് സ്ട്രക്ചർ അല്ല, നമ്മളൊരു കുടുംബം.
ഈ കുടുംബം ഉണ്ടാവുമ്പോൾ നമുക്ക് അതിലൂടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങളൊക്കെ പല തരത്തിലതിനെ ബാധിക്കുന്നുള്ളതാണ് സത്യം. അപ്പം ഇതിനെല്ലാം കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വന്നിട്ട് പിന്നെ നമ്മളൊരു കൗൺസിലിങ്ങിന് പോവുകയോ ബാക്കി കാര്യങ്ങൾക്ക് ചെയ്യുമ്പോഴോ ഉള്ളതിനേക്കാളും നല്ലത് തുടക്കം തന്നെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർ പുറമെ നമ്മൾ ഇപ്പോൾ ഒരു പാരൻസ് കുട്ടികളെയും കൊണ്ടുവരുന്നതായിരിക്കും. അതായത് മാതാപിതാക്കൾ കുട്ടികളെയും കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ആ കുട്ടീനെയും കൊണ്ടുവരുമ്പോൾ ഒരു നല്ല കാറിലാണ് വരുന്നത്, വെൽ ഡ്രസ്ഡ് ആയിരിക്കും. പക്ഷെ കാണുമ്പോൾ ഒക്കെ അവർക്ക് എന്തൊരു ഭാഗ്യം, ഇവരുടെ ജീവിതമൊക്കെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാണാൻ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോകുന്നൊരു ലൈഫായിട്ടൊക്കെ നമുക്ക് കാഴ്ചയിൽ തോന്നുമായിരിക്കും. പക്ഷേ പുകയുന്ന ഒരു ജീവിതം അവരുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് പലരുടെയും കാര്യം എന്നുള്ളത്. അവരൊരു പക്ഷേ എല്ലാവരോടും അത് പറഞ്ഞെന്ന് വരില്ല, എല്ലാവരോടും തന്നെയല്ല, അവരൊരിക്കലും ആരോടും പറയാതെ കൊണ്ടുപോകുന്ന പല കാര്യങ്ങളായിരിക്കും. അങ്ങനെ പുകഞ്ഞ് എരിഞ്ഞ് തീർക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ചെറുതാണെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിനെയൊക്കെ ഒന്ന്, അതായത് പ്രോബ്ലംസ് എല്ലാവരുടെ ലൈഫിലുണ്ടാവും, ഒന്നല്ല, അതായത് മറ്റൊരു തരത്തിൽ എല്ലാവരുടെ ജീവിതത്തിലേക്കും ഓരോ തരത്തിലുള്ള പ്രോബ്ലംസ് കയറി വരും. ഇതിനെയെല്ലാം നമുക്കിങ്ങനെ തുടച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം തീർത്ത് ഇങ്ങനെ പെർഫെക്റ്റ് ലൈഫ് ആർക്കും അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം നമ്മൾ കാഴ്ചയിൽ അവർ ഓക്കെ ആയിരിക്കുക, പക്ഷേ എങ്കിൽ അവരുടെ ഉള്ളിലൊരൊക്കെ ചിരിയല്ല കേട്ടോ, ഒരുപാട് നമുക്ക് ഇവർക്കൊക്കെ ഇങ്ങനെയുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പല ഫാമിലി പ്രോബ്ലംസും കാണാനിടയായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിന് നമുക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം, അതായത് ആവശ്യം എന്നല്ല, അത്യാവശ്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് സ്വന്തമായിട്ട് അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇൻലോസ്, ഇപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് മകനെയോ മകളെയോ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് ഈ ഇൻലോസിന് ഒരു കൗൺസിലിംഗ് ആവശ്യം. അപ്പോൾ ചിലർ ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഇതൊക്കെ ഞങ്ങൾ ക്ലാസ് പഠിച്ചിട്ടല്ലേ ഞങ്ങളിങ്ങനെ ലൈഫ് തുടങ്ങിയതെന്ന് വിചാരിക്കും. പക്ഷേ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടിയും അതിന് ഭംഗിയായിട്ട്, ഈ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പറയും, ഈ ഉള്ളു പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊരു 30 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് ബാധിക്കാം, നമ്മളുടെ മക്കളെ ബാധിക്കാം. അത് ജീവിതത്തിൽ നമ്മളുടെ കുടുംബത്തുണ്ടാവുന്ന ഒച്ചയും ബഹളവും മാത്രമല്ല പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലാതെ തന്നെ ഡിപ്രഷൻ, അതുപോലെ തന്നെ നമുക്കൊരു ഒന്നിനും എവിടെ എത്താൻ പറ്റാത്തതിൻ്റെ പല കാരണങ്ങൾക്ക് പിന്നിലും ഇങ്ങനൊരു സംഭവങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാനും, നോ പറയേണ്ടടുത്ത് നോ പറയാനും, ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ചെയ്യാനും, ഇതാണ് എൻ്റെ ഉത്തരവാദിത്തം, പിന്നെ ഇത്രയ്ക്കേ എനിക്ക് ചെയ്യണ്ടൂ എന്നറിയാനും, അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്കൊരു കൗൺസിലിംഗ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കൗൺസിലിംഗ് എന്തുകൊണ്ടും ഓരോ വ്യക്തികൾക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു കുറവ് കൊണ്ടല്ല നമുക്ക് കൗൺസിലിംഗ് വരുന്നത്, നമ്മളുടെ ജീവിതത്തിൻ്റെ കുറച്ചും കൂടി ഭംഗിയായിട്ടും ചിട്ടയായിട്ടും സന്തോഷമായിട്ടും പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ആവശ്യം. പിന്നെ കുറേ ആളുകൾ നല്ല ഭംഗിയായിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, അതല്ല ഇത് കേൾക്കുന്നവരാരെങ്കിലും ഇത് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈഫൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ മതവിദ്യാഭ്യാസം, അതായത് തുടർന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അതായത് സ്പിരിച്വലായിട്ട് അവർ വളരെ അവരുടെ ആഴത്തിൽ പഠിച്ച് അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അവർക്ക് അവരുടെ ലൈഫ് ഭംഗിയായിട്ട് അവർക്കൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും, ഒരു ആവശ്യമില്ലാന്ന് തോന്നും. പക്ഷെ അവർ മറ്റൊരു തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും നമ്മൾ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയാതെയും പഠിക്കാതെയും ഒരാളുകൾക്കും വളരെ ഭംഗിയായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. പലരിൽ നിന്നും കേട്ട് പഠിച്ചും കണ്ടുപഠിച്ചും കൊണ്ടുപഠിച്ചും ഒക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിന് വേണമെങ്കിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് കല്യാണത്തിന് തയ്യാറാവുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇപ്പം
അത്യാവശ്യം പിരിമുറുക്കമുള്ള കുട്ടികൾക്കും പിന്നെ ഇൻലോസിന് അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടിയും ഭംഗിയായിട്ട് ഈ ഇൻലോസിൻ്റെ കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം അവരുടെ ഭാഗത്ത് അതായിരിക്കാം ശരി, പക്ഷേ ഓപ്പോസിറ്റ് സൈഡിന് അതൊരിക്കലും ശരിയാവണ ഒരു പ്രവണതയല്ല. അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ച് എന്ന് പറയുന്നത് ആ കുട്ടികളെന്ന് പറയുന്നില്ലേ, ആ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാവരും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ കുറഞ്ഞു പോകുന്നൊരു വിഭാഗമുണ്ട്. അത് നമ്മളുടെ കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളെ മാത്രം വിശ്വസിച്ച് നമ്മളെ മാത്രം കണ്ടുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുന്ന കുട്ടികളാണ്. അപ്പം അവരിലുണ്ടാവുന്ന കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കം വരുന്ന കുറവുകൾ, നമ്മളുടെ കുറവുകൾ നമ്മളുടെ കുട്ടികളെ ബാധിക്കും എന്നുള്ളതാണ്. പുറമേക്ക് മറ്റാർക്കും അത് തോന്നിയില്ലെങ്കിലും അതാണ് അതിൻ്റെ സത്യം എന്നുള്ളതാണ് ശരി. അപ്പം നിങ്ങൾക്ക് കൗൺസിലിംഗ് എന്ത് തന്നെയായാലും അതൊരിക്കലും കുറവ് കൊണ്ട് എടുക്കുന്നൊരു സംഭവമല്ല. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കുറവുകൾ നികത്താനല്ല, നമുക്ക് ഉള്ള കഴിവിനെയും നമ്മളുടെ ബാക്കി കാര്യങ്ങളെയും കുറച്ചും കൂടി ഭംഗിയായിട്ട് കൊണ്ടുപോകാനും ഒരു ലീഡ് ചെയ്യാനും കുറച്ചും കൂടി എന്താ പറയുക, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ആയിട്ട് ജീവിക്കാനും എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ കാണാനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡിലുള്ള വ്യക്തികൾ എങ്ങനെയായാലും ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു മാരേജ് ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അത് ഒരുപക്ഷെ ഏറ്റവും വിഷമിച്ച് നരകിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാനായിട്ടൊക്കെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. എന്തുകൊണ്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടും. നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.